തൽക്കാലം അവന് നിലനിൽക്കാനൊരു അവസരം കൊടുക്കരുത്. കാല് കുത്താൻ ഇടം കൊടുത്താൽ അപകടകാരിയാവാൻ. എനിവേ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. താങ്ക് യു മാഡം. എന്താ സർ, എന്താ പ്രശ്നം? കുറച്ചു മുമ്പ് ഒരു ചെയിൻ സ്നാച്ചിങ് നടന്നിട്ടുണ്ട്. കുറച്ചപ്പുറത്തെ റോഡ് വെച്ചാ. അത് ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? മാല നഷ്ടപ്പെട്ട സ്ത്രീ അടയാളം പറഞ്ഞത് ഏകദേശം ഇങ്ങനൊരു മാലയാ. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? 10 മിനിറ്റ് മുമ്പ് വരെ രാധികയുടെ കഴുത്തി കിടന്ന മാലയത്. മിസ്റ്റർ, നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. തൽക്കാലം ഈ മാല ഞങ്ങൾ സ്റ്റേഷൻ വരെ കൊണ്ടുപോവാം. നിങ്ങൾ മണിയന്നൂർ സ്റ്റേഷനിലേക്ക് വന്നോളൂ. അവിടെ വന്ന് ഒപ്പിട്ടിട്ട് മാല തിരികെ കൊണ്ടുപോവാം. അതിനൊക്കെ ആവശ്യമുണ്ടോ സാറേ? എവിടെയെങ്കിലും ഒരു മാലാമോഷണം നടന്ന ഈ നാട്ടിൽ മാലയിട്ടുണ്ടോ നടക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ചോദ്യം ചെയ്യും. അവരുടെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ നിങ്ങൾ അങ്ങ് തിരിച്ചെടുത്തോണ്ട് പോകുമോ? നീ ആരാ? ഞാനും എൻ്റെ ഏട്ടനാ. ഞങ്ങൾ കണിമംഗലത്തെയാ. കണിമംഗലം പരമേശ്വരന്റെ മക്കളാ. ആരുടെ മക്കളായാലും ശരി, ഇതിപ്പോ ഞങ്ങൾ കസ്റ്റഡി എടുക്കുക. സ്റ്റേഷനിൽ വന്നാൽ മാല തിരിച്ചു തരാം. പറ്റില്ല സാർ. എടോ, താൻ എൻ്റെ ഡ്യൂട്ടി തടയാൻ നിൽക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് തിരിച്ചു കിട്ടാനും നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്താ സാർ ഇത്? സാർ, ഞങ്ങളൊരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയ താലിമാല ഊരി വിൽക്കുന്നത്. അതിന് പോലും തടസ്സം പറയാന്ന് വെച്ചാ? തടസ്സം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. സ്റ്റേഷനിലേക്ക് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ? നടക്കടോ. സാർ പറ്റില്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. എടോ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ സ്റ്റാച്ചിങ് നടത്തിയത് നീയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ മാല മാത്രമല്ല, നിന്നെ കൂടെ ഞാൻ തൂക്കിക്കൊണ്ടുപോകും. അത് വേണോ? വരും. വാടോ. എന്തു പറ്റി സാർ? എന്താ ഇതൊക്കെ? നിങ്ങൾ കണ്ടില്ലേ, പിടിച്ചു പറിക്കുന്നവരും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? വരും. നമുക്ക് ആ ജീപ്പിന്റെ പുറകെ തന്നെ പോണം. അവര് സ്റ്റേഷനിൽ എത്തുമ്പോ തന്നെ നമുക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ അവര് വല്ല കൃത്രിമവും കാണിക്കും. നീ വന്നേ, വാ. ജീപ്പ് കാണുന്നില്ലല്ലോ. അത്ര സ്പീഡിലടാ പോകുന്നേ.
ആള് കുറച്ച് കുഴപ്പമുണ്ട് സാർ. ന്യായം പറയാനൊക്കെ ശ്രമിച്ചു. അത് തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. മണിയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനാ ഞാൻ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ സ്വർണം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാ കുറെ നേരം ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെട്ടിച്ചിഞ്ഞ് പോന്നു. വെരി ഗുഡ്. തൽക്കാലം അവന് നിലനിൽക്കാൻ ഒരു അവസരം കൊടുക്കരുത്. കാല് കുത്താൻ ഇടം കൊടുത്താൽ അപകടകാരിയാവാൻ. എനിവേ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. താങ്ക് യു മാഡം. ദാ പെട്ടെന്ന് പോയി ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി എവിടേക്കാന്ന് വെച്ച വിട്ടോ. ഓക്കെ മാഡം. അതെ, ഈ സ്ഥാപനത്തില് CCTV ഉണ്ടോ? ഇല്ല മാഡം, കുറച്ച് ഇല്ലീഗലായിട്ട് സ്വർണ്ണ വ്യാപാരം നടക്കുന്നതുകൊണ്ട് ബോധപൂർവം വെച്ചിട്ടില്ല. ആ, അത് നന്നായി. അല്ലെങ്കിലേ അന്വേഷണം വരാൻ സാധ്യതയുണ്ട്. ആ ACP സാറാ പ്രശ്നം. ഗായിക ശ്യാമയുമായിട്ടുള്ള കണക്ഷൻ വെച്ച് ഒരു സുഹൃത്തിനെ പോലെയാ വരുണിനോടും രാധികയോടും ഒക്കെ അയാള്. ACP അന്വേഷിച്ചോട്ടെ ചന്ദ്രശേഖർ, അതിനെന്താ. തൽക്കാലം നമ്മളെക്കാൾ മികച്ച പ്ലാനിംഗ് ഒന്നും പോലെ അയാൾ വളർന്നിട്ടില്ല. നിങ്ങൾ ചെല്ല്. ഗൗതം, എന്തായാലും നീ അവരെ ഫോളോ ചെയ്തത് നന്നായി. അതുകൊണ്ടാ ഇപ്പൊ ഇതൊക്കെ അറിയാൻ പറ്റിയത്. പക്ഷേ ഈ സ്വർണം പിടിച്ചെടുത്തോണ്ട് മാത്രം കാര്യമായില്ല. വരുണിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവന് വേണ്ടി ജീവൻ കളയുന്ന ഒരുപാട് പേർ. ഓ, ജീവൻ കളയാൻ തയ്യാറായവരുണ്ടെങ്കിൽ ആ ജീവനും കൂടി നമുക്കിങ്ങെടുക്കാം. എന്താ? സാറ് നല്ല ത്രില്ലിലാണല്ലോ. പൊതുവേ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടാ. ഈ കണിമംഗലത്ത് നിന്നും വരുണിനെയും രാധികയൊക്കെ ഇറക്കി വിടുമ്പോഴേ അവിടെ നടന്ന ചില സംഭവങ്ങൾ, കണ്ണീരും വേദനയും ചില ചേർത്തു പിടിക്കലുകളും ഒക്കെ, ഇറ്റ് വാസ് റിയലി ത്രില്ലിംഗ്. നമ്മൾ കയ്യോങ്ങി ഒരാളെ അടിക്കുമ്പോഴല്ല, ആ അടിയുടെ വേദന അയാൾ അനുഭവിക്കുമ്പോഴാണ് നമ്മളത് കൂടുതൽ ആസ്വദിക്കുക. സാറാ, എന്റെ മകനെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കിയവരാ അവർ രണ്ടുപേരും. അന്നിവൻ തെരുവിൽ ഒരുപാട് അലഞ്ഞു. ഇന്ന് ഇവന്റെ സ്ഥാനത്ത് അവരാ. ആ കാഴ്ച എനിക്കൊന്ന് കാണണം. പോയിട്ട് വാ. സന്തോഷം തരുന്ന ഒരു കാഴ്ചയും വേണ്ടെന്ന് വെക്കരുത്. ചെല്ല്. താങ്ക്സ് സാറാ. അഗെയിൻ താങ്ക്സ്. സാറയ്ക്ക് മാത്രമാണ് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ്. സർ, ഞങ്ങളിപ്പോ മണിയന്നൂർ പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്നു. SI ഞങ്ങളിപ്പോ കണ്ടു. അത് ഞങ്ങളുടെ ഇന്ന് മാല ഉണ്ടായ ആളല്ല. വരുൺ, ദെൻ നോ ഡൗട്ട് എന്തോ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. ബോധപൂർവം നിങ്ങൾക്കെതിരെ നടന്ന ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.